കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മാറിമറിയുന്നത്, നിലപാടുകൾ മാറിമറിയുന്നത് അത് ഇരുട്ടി വെളുക്ക് മുമ്പ് സംഭവിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളിലായി വി ഡി സതീശൻ്റെ നിത്യവിമർശകനായിരുന്നു കെ മുരളീധരൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MA ജോൺ പുരസ്കാര വേദിയിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ മുരളീധരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും. എന്താണ് പറഞ്ഞത്? കരുണാകരൻ്റെ ശാപം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ തഴയപ്പെടും, താഴേക്ക് പോകും. കരുണാകരൻ്റെ ശാപം കിട്ടിയ നേതാക്കൾ തഴയപ്പെടും, താഴേക്ക് പോകും. എന്നാൽ അങ്ങനെ അല്ലാത്ത നേതാക്കൾ പ്രൊമോഷനാണ്, അവർക്ക് എപ്പോഴും പ്രൊമോഷൻ. എന്നിട്ട് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് വി ഡി സതീശൻ്റെ പേരാണ്. വി ഡി സതീശൻ ഒരു കാലത്തും കെ കരുണാകരൻ്റെ അനഭിമതനായിരുന്നില്ല. കെ കരുണാകരന് അനഭിമതനായിരുന്നില്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു. കെ കരുണാകരൻ്റെ ശാപം ഒരിക്കലും വി ഡി സതീശന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വി ഡി സതീശന് പ്രൊമോഷൻ ലഭിക്കുന്നത്. ഈ പ്രൊമോഷൻ ലഭിക്കുക എന്ന വാക്കൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇങ്ങേത്തലയിൽ കെ കരുണാകരൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ ആശീർവാദവുമൊക്കെ കിട്ടി വളർന്നു വന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. എന്താണ് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആയത്? ചെന്നിത്തലയെ ചവിട്ടിത്തേച്ചിട്ടാണല്ലോ. ചെന്നിത്തലയ്ക്ക് കൊടുക്കണം, പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല തുടരട്ടെ എന്ന ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹത്തിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അങ്ങനെ രമേശ് ചെന്നിത്തലയെ ഒരു മറയുടെ, വി ഡി സതീശൻ എന്ന മറയുടെ പിന്നിൽ നിന്ന് കെ മുരളീധരൻ കടന്നാക്രമിക്കുകയാണ്. കാരണം ഈ കെ കരുണാകരൻ്റെയൊക്കെ അവസാന സമയങ്ങളിൽ, അതായത് അധികാരമൊക്കെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഒരു കാരണവരുടെ റോളിൽ മാത്രം ഇരിക്കുന്ന സമയത്തൊക്കെ ചെന്നിത്തലയൊക്കെ പിന്നിൽ നിന്ന് കുത്താൻ വില്ലന്മാരായിരുന്നു, വീരസ്യം കാണിച്ച ആളുകളാണ്. അപ്പോൾ ചെന്നിത്തലയ്ക്കൊക്കെ കെ കരുണാകരൻ്റെ ശാപം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വരുന്നത്. എന്നിട്ട് വി ഡി സതീശനെ കുറിച്ച് പുകഴ്ത്തുകയാണ് കെ മുരളീധരൻ. എന്താണ്? അദ്ദേഹം പല നേതാക്കളും, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പലരും പ്രവൃത്തി ചെയ്യില്ല, ജോലി എടുക്കില്ല, ജോലി ചെയ്യില്ല. ജോലി ചെയ്യാതെ പബ്ലിസിറ്റി, PR വർക്ക്, അതാണ് കൂടുതൽ. വി ഡി സതീശനെ കുറിച്ചാണ് ഈ പറയുന്നത്. വി ഡി സതീശൻ അങ്ങനെ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പക്ഷേ വി ഡി സതീശൻ അങ്ങനെയല്ല, പണി എടുത്തിട്ട് മാത്രമേ അതിൻ്റെ പബ്ലിസിറ്റി ഏറ്റെടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇനിയും നല്ല മികച്ച അവസരങ്ങൾ കിട്ടുമെന്നാണ് കെ മുരളീധരൻ്റെ പ്രവചനം. കെ മുരളീധരന് മനസ്സിലായി. കാരണം ഈ വി ഡി സതീശനും KC വേണുഗോപാലും വളരെ വലിയ ശക്തമായ ധാരണയിലാണ്. ഇവിടെ 2026 UDFന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി, വി ഡി സതീശൻ ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയെ ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ്, ഇങ്ങനെയൊക്കെയുള്ള ധാരണ ഇവരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ഡി സതീശന് എന്തു വന്നാലും വലിയ ഒരു പദവി ലഭിക്കും. ആ വി ഡി സതീശനെയും KC വേണുഗോപാലിനെയും താൻ മറ്റാർക്കെങ്കിലും വേണ്ടി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ വാല് പിടിച്ചാണല്ലോ കെ മുരളീധരൻ നടന്നത്. രമേശ് ചെന്നിത്തല പറയുന്നതിന് പിന്തുണച്ചും പല കാര്യങ്ങളിലും കെ മുരളീധരൻ്റെ നിലപാട് അങ്ങനെയായിരുന്നു. അപ്പോൾ ചെന്നിത്തലയെ കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. ചെന്നിത്തലയ്ക്ക് ജനപിന്തുണയില്ല. സാമുദായിക നേതാക്കളുടെ പിന്തുണയുണ്ടെങ്കിലും ചെന്നിത്തലയ്ക്ക് ക്യാബിനറ്റിൽ റാങ്കിലുള്ള മന്ത്രിസ്ഥാനമൊക്കെ ലഭിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നും ചെന്നിത്തല ആകാൻ പോകുന്നു. അതുകൊണ്ട് ചെന്നിത്തലയെ ഇനി പ്രകീർത്തിച്ചതുകൊണ്ടോ പുകഴ്ത്തിയതുകൊണ്ടോ പ്രത്യേകിച്ച് ഫലമൊന്നും തനിക്ക് ലഭിക്കാനില്ല. വി ഡി സതീശനെ പുകഴ്ത്തി കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടപ്പെട്ട തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സീറ്റ് തനിക്ക് ലഭിക്കും. അവിടെ നിന്ന് താൻ ജയിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റിൽ ഒരു മന്ത്രി പദവി തനിക്ക് ലഭിക്കും. അത് വെച്ചിങ്ങനെ ഒതുങ്ങിക്കൂടി പോകുന്നതാണ് നല്ലത് എന്നാണ് കെ മുരളീധരൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു തരത്തിലാണ് കെ മുരളീധരൻ ഇപ്പോൾ വി ഡി സതീശനെ പ്രകീർത്തിക്കുന്ന ഒന്നാമത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞു, പ്രമോഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കും. തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹവുമായി ഓപ്പൺ ഫൈറ്റ് നടത്തിയ നേതാവാണ് വി ഡി സതീശൻ, സംവാദം നടത്തിയ നേതാവാണ് വി ഡി സതീശൻ. പിന്നെ ആ സർക്കാർ താഴെ ഇറങ്ങി അടുത്ത UDF അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശന് മന്ത്രി പദവി നൽകേണ്ടതായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തെ തഴഞ്ഞു. അത് ശരിയായ രീതിയായിരുന്നില്ല. ശരിയാണ്, ഉമ്മൻചാണ്ടി സർക്കാരിൽ വി ഡി സതീശന് ഒരു നല്ല റോള് കൊടുക്കാമായിരുന്നു, പക്ഷെ കൊടുത്തില്ല. വി ഡി സതീശനെ പുറത്തു നിർത്തി. അതിന് വേറെ കാരണങ്ങളുണ്ട്. വി ഡി സതീശന് ചില ഇല്ലീഗൽ ഡീലിങ്സ് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടും പുറത്തു എന്നുള്ളത് കൊണ്ടുമൊക്കെയാണ് ഉമ്മൻചാണ്ടി അന്നത് ചെയ്യാതിരുന്നത് എന്നാണ് കോൺഗ്രസിനകത്ത് അന്തഃപുര വർത്തമാനം. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയമേ അല്ല. പക്ഷേ വി ഡി സതീശനെ അന്ന് ചിലർ ഒതുക്കി, ആ ആളുകളൊക്കെ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ ഇനിയും പ്രൊമോഷൻ ലഭിക്കുമെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ അതിനകത്ത് കൃത്യമായും മുനവച്ച ആക്രമണം രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ തന്നെയാണ് കെ മുരളീധരൻ നടത്തുന്നത്. സതീശനെ സ്തുതിച്ചാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് കെ മുരളീധരൻ്റെ ഈ വാദം എന്ന് കോൺഗ്രസ് നിരീക്ഷകരെങ്കിലും മനസ്സിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.